സതി നഷ്ടപ്പെടുമ്പോൾ മഹാദേവന് ഭ്രാന്താവുന്നുണ്ട്. അദ്ദേഹം ഒരു എന്താ പറയുക, ഭ്രാന്തനെ പോലെ ഈ കത്തിക്കരിഞ്ഞ സതിയുടെ ശരീരം ചുമന്നുകൊണ്ട് ലോകത്ത് മൊത്തം സഞ്ചരിക്കുന്നുണ്ട്. ഞാൻ ഇതിന് ആർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞത്. ആരാണ്? ലോകം കണ്ട ഏറ്റവും വലിയ ഗുരുനാഥനാണ് മഹാദേവൻ എന്നാണ് പറയുക. സ്വസ്തി ശിവാദി ശ്രീ ഗുരുഭ്യോ നമ. ശിവൻ തൊട്ടേ ഗുരുക്കന്മാരെ കൂട്ടുള്ളൂ. ആദ്യത്തെ ഗുരുനാഥൻ ശിവനാണ്. അതായത് എല്ലാ തരത്തിലുള്ള അറിവും ഉള്ള ആള്. അങ്ങനെ ഒരാളാണ് തൻ്റെ ജീവന്റെ പാതിയായിരുന്ന ഒരാള് ഇല്ലാതാവുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മനോനില വിട്ട് പെരുമാറുന്നത്. ശിവൻ എന്ന് പറയുന്ന ഒരു ഈശ്വര സങ്കല്പത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കൃഷ്ണ പോലും ഇല്ലാത്താണ്. മനുഷ്യന്റെ ഇമോഷൻസിനോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഇമോഷൻ ഭഗവാൻ മഹാദേവന്റെയാണ്. നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആൾക്കാരുണ്ട്, ഭഗവാന് പെട്ടെന്ന് ദേഷ്യം വരും. നമുക്ക് ഈ വിരഹവേദന കൂടുതലുള്ള ആൾക്കാരുണ്ട്, ഭഗവാന്റെ വിരഹവേദന ഏറ്റവും കൂടുതൽ. പാർവതി വന്നിട്ട് പോലും സത് നഷ്ടപ്പെട്ട വേദന ഭഗവാൻ എപ്പോഴും മാറിയിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം ഫസ്റ്റ് ലവ് ആണ് അല്ലെ. ഫസ്റ്റ് ലവ് എപ്പോഴും സ്പെഷ്യലാണ്. എത്രയൊക്കെ ഡയമണ്ട് നെക്ലസ് വെച്ചിട്ട് നിങ്ങൾ കോമ്പൻസേറ്റ് ചെയ്താലും നിങ്ങൾ ആദ്യം വാങ്ങിയ ചെറിയ മുക്കുത്തി ചിലപ്പോൾ നിങ്ങൾക്ക് അത്രയധികം പ്രിയപ്പെട്ടതായിരിക്കും. ഭഗവാൻ അതുപോലെ തന്നെയാണ്. സതി എന്ന് പറയുന്ന പരാശക്തിയുടെ അവതാരമാണ് ഭഗവാനിലേക്ക് ആദ്യം കണക്ട് ആവുന്നത്. ഒരു തരത്തിലുള്ള പ്രയാസങ്ങളും ഇല്ലാതെ ഭഗവാൻ സ്വയം ഇഷ്ടപ്പെട്ടാണ് സതിയെ വിവാഹം കഴിക്കുന്നത്. പാർവതി കഷ്ടപ്പെട്ടാണ് ഭഗവാൻ വിവാഹം കഴിക്കുന്നത്. ഈവൻ അമ്മ സതിയുടെ തന്നെ പുനർജന്മമാണ് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പോലും സതിയെ നഷ്ടപ്പെട്ട ശിവൻ അദ്ദേഹത്തിന്റെ കർത്തവ്യങ്ങളൊക്കെ മറന്നുകൊണ്ട് ആ ഒരു ഇമോഷണലി മാത്രം കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്.